മിഥുനക്കൂറിൽ ജനിച്ചവർ ഉയർന്ന മൂക്കും കറുത്ത കണ്ണും കയ്യിൽ മത്സ്യചിഹ്നവും ഉള്ളവനായും കാവ്യകൃത്തായും പരഹൃദയജ്ഞാനിയായും സുഖഭോഗിയായും വിഷയസുഖത്തിൽ താൽപ്പര്യമുള്ളവനായും സ്ഥിരമതിയായും കളി കൗശലകാര്യങ്ങളിൽ അതിസാമർഥ്യത്തോടു കൂടിയവനായും ഗാനപ്രിയനായും സ്ത്രീജിതനായും സുന്ദരനായും രണ്ടമ്മമാരാൽ വളർത്തപ്പെട്ടവനായും ഇഷ്ടം പറയുന്നവനായും ഭവിക്കും. ഇങ്ങനെയുള്ള രീതിയാണ് മിഥുനക്കൂറുകാരുടേത്. അപ്പോൾ കളി കൗശല കാര്യങ്ങളിൽ താല്പര്യവും തമാശകളും കാര്യങ്ങളും ഇഷ്ടം പറയുന്നവനായും രണ്ടമ്മമാരാൽ പെറ്റമ്മ പോറ്റമ്മ ഇങ്ങനെ രണ്ടമ്മമാരാൽ വളർത്തപ്പെട്ടവനായും ഒക്കെ വളർത്തപ്പെടുന്നവനായും ഒക്കെ കാണുന്ന ഒരു രാശിയാണ് മിഥുനക്കൂറുകാരിൽ കൂടുതൽ. മിഥുനക്കൂറുകാരെ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ പ്രീതി നേടണം. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീരാമക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ് ബുധനാഴ്ചകളിൽ. ബുധന് പച്ചപ്പട്ട് കൊടുക്കുക, ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട്, കദളിപ്പഴം, വെണ്ണ, പാൽപ്പായസം, അവൽ നിവേദ്യം, തുളസിമാല, വെണ്ണ, ചന്ദനം ചേർത്ത്, വെണ്ണ ചേർത്ത്, നെയ്വിളക്ക്, ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, സന്താനങ്ങൾ പരമായിട്ടുള്ള ദോഷമുള്ളവർക്ക് സന്താന ദുരിതം മാറാൻ സന്താന ഗോപാല മന്ത്രാർച്ചന, സന്താന ഗോപാല ഹോമം, ആരോഗ്യപരമായിട്ടുള്ള സൗഖ്യത്തിന് ധന്വന്തരി മന്ത്രാർച്ചന എന്നിവയൊക്കെ നടത്തി വിദ്യാപരമായ പുരോഗതിക്ക് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന എന്നിവയൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. മിഥുനക്കൂറുകാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.